കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ അപകട മേഖലയായ ഗുരുപുരം മുതൽ 7-ാം മൈൽ വരെ ജനകീയ ശുചീകരണം നടത്തി. ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോടോമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത്, അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിലാണ് നിരന്തരമായി അപകടം നടക്കുന്ന മേഖലയായ ഗുരുപുരം മുതൽ 7-ാം മൈൽ വരെ ജനകീയ ശുചീകരണം നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്നത് നമ്മൾക്ക്, കാരണം ഇവിടെ നമ്മളുടേതായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇതിനെ കൂടുതൽ സുരക്ഷിതത്വമാക്കാൻ പറ്റും എന്നൊരു നിലപാടെടുത്തത് തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതിന് കാസർഗോഡ് ജില്ലയിൽ മറ്റ് പഞ്ചായത്തുകൾക്ക്, മറ്റ് ക്ലബ്ബുകൾക്ക്, മറ്റ് ബ്ലോക്ക് ഡിവിഷനുകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ശരിക്കും ഈ ഗുരുപുരത്ത്, അമ്പലത്തറ, 7-ാം മൈലൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെയും കോടമ്പള്ളൂർ പഞ്ചായത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അതിനുപരിയായിട്ട് ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഇത് നമ്മളുടെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കാണുന്നൊരു കാര്യം, അതിനൊരു സൊല്യൂഷൻ ഒരു നാട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ഒന്നിച്ചു നിന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കോടോമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി. ബിന്ദു അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. സബിത, അമ്പലത്തറ സി.ഐ. ഷാജു എന്നിവർ സംസാരിച്ചു. കോടോമ്പള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. വന്ദന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് വയമ്പ്, പി.സി. സന്ധ്യ, ജനപ്രതിനിധികൾ, കോടോമ്പള്ളൂർ ഹരിതകർമ്മസേന പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഊരുമൂപ്പന്മാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇരിയ ജമായത്ത് അംഗങ്ങൾ, ഗുരുപുരം ക്ഷേത്ര പ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ, പ്രദേശവാസികൾ, സനാതന കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പെരിയ.